ഹലോ, ദിസ് ഇസ് റെനി. വെൽക്കം ബാക്ക് ടു റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. ഞാൻ ലാസ്റ്റ് സൺഡേ പള്ളിയിൽ പോയപ്പം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ലാസ്റ്റ് 2-3 ആഴ്ച മുമ്പ് ഒരാൾ മുഖം കഴുകിയിട്ട് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എൻ്റെ ഈവനിങ് റുട്ടീൻ കഴിഞ്ഞിട്ട് ഞാൻ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇട്ടില്ല, നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, താഴെ സബ്സ്ക്രൈബ് ചെയ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള കമൻറ്റ് ഇടും, എന്നാലല്ലേ എനിക്ക് അറിയുള്ളൂ. അപ്പം അത് ഇടാനായിട്ട് നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ മോർണിംഗ് ഗ്ലോ അപ്പ് റുട്ടീൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മോർണിംഗിൽ എങ്ങനെ ഫേസ് ഗ്ലോ അപ്പ് ആയിട്ടിരിക്കാം, അതിന് വേണ്ടിയാണ് ഈവനിങ് റുട്ടീൻ പറഞ്ഞത്. നൗ വെൽക്കം ബാക്ക് ടു മോർണിംഗ് റുട്ടീൻ. അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന മുഖമൊക്കെ നമ്മൾ രാവിലെ നമ്മുടെ ദിനചര്യയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഫേസ് വാഷ്. നമ്മൾ രാവിലെ ബ്രഷ് എല്ലാം ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫേസ് വാഷ് ചെയ്യാം. ഞാനത് ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്, അത് മറ്റൊന്നുമല്ല, കീൽസാണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ആദ്യം മുഖം ഒന്ന് കഴുകുക. നമ്മളിപ്പം വാട്ടർ വെച്ചിട്ടാണ് കഴുകുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും മേക്ക് ഷുവർ നമ്മളൊരു കോൾഡ് വാട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു അപ്പം ഞാനിപ്പം ഫേസ് എല്ലാം കഴുകി നമ്മുടെ ഫ്രഷ് ഇതിന് വേണ്ടി മേക്കപ്പിന് വേണ്ടി പോവാം. അപ്പം ഞാൻ പറഞ്ഞു ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് ആരോ കമൻറ്റ് ഇട്ടായിരുന്നു മുടി കെട്ടി വെക്കാത്തതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ലെന്ന്. സോ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് മുടി കെട്ടി വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തു, ഡ്രൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ഫേസിൽ വരേണ്ട സാധനമാണ് നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ടോണറാണ്. ഇത് കീൽസിൻ്റെ തന്നെ ടോണറാണ്. ഞാൻ കീൽസിൻ്റെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്, ഡോക്ടർ ഓർഗാനിക്കിൻ്റെ. ഇതിന് ഒത്തിരി ഇതുണ്ട്, പക്ഷേ ഇത് എല്ലാവർക്കും ഫേസിന് ചേരണമെന്നില്ല. ചിലവർക്ക് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് നല്ലതല്ല. അപ്പം നമ്മളിത് അധികം ഒന്നും വേണ്ട, ഓൺലി ജസ്റ്റ് പുട്ട് 2 drops. എന്നിട്ട് നമ്മളത് തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് കഴുകി കഴിഞ്ഞ ഫേസിൽ അത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മളത് നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടോണർ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലിന് ശേഷം നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സീറമാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കീൽസിൻ്റെ സീറമാണ്. അത് നമ്മൾ ആവശ്യത്തിന് കീൽസിൻ്റെ സീറം എടുത്തിട്ട്, അധികമൊന്നും വേണ്ട, കുറച്ചെടുത്തിട്ട് നമ്മൾ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ട് അത് സ്കിന്നിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. സ്കിന്നിൽ നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം, സീറം നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം ചെയ്യുമ്പം നോട്ട് ഓൺലി ഫേസിൽ മാത്രമല്ല, ജസ്റ്റ് ഇറക്കി നമ്മുടെ നെക്ക് പാർട്ടും കൂടെ ചെയ്തിരിക്കുക. എന്നാലാണ് അത് കംപ്ലീറ്റ് സ്കിൻ സെയിം കളറായിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ എന്തെങ്കിലും. ഞാൻ യൂസ് ചെയ്യുന്ന കീൽസിൻ്റെ അൾട്രാ ഫേഷ്യൽ ഇതാണ്. അതിനകത്ത് SPF 30% ഉണ്ട്. നമുക്കറിയാം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ SPFന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ എപ്പോൾ പുറത്ത് പോകുമ്പോഴും പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ SPF ഉള്ള ക്രീമുകൾ ഉപയോഗിക്കുക. SPF ഇല്ലെങ്കിൽ SPF ഇല്ലാത്ത ക്രീമാണെങ്കിൽ സെപ്പറേറ്റ് SPFൻ്റെ ഇത് വാങ്ങാൻ കിട്ടും, അതാണെങ്കിലും തേക്കുക. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാറ്. ഫേസിൽ പറ്റുമ്പോൾ നെക്കിലും അണ്ടർ അങ്ങനെ എല്ലാവരുടെയും തേക്കുക. സ്പെഷ്യലി നമ്മൾ ബ്ലൗസൊക്കെയാണ് ഇടുന്നുണ്ടെങ്കിൽ ഫുൾ നെക്ക് ലൈൻ ഫുള്ള് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നന്നായി മസാജ് ചെയ്ത് റൗണ്ട് മസാജ് ചെയ്ത് സ്കിന്നിലേക്ക് അത് ബ്ലെൻഡ് ചെയ്ത് ഒത്തിരി നല്ലതാണ്. അടുത്തത് നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും BB ക്രീം, CC ക്രീം അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുക. ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നവർ അങ്ങനത്തെയും ഉപയോഗിക്കും. പക്ഷെ എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് ഡെയിലി ഇതിന് ഞാൻ BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. അത് ടിൻറ്റഡ് ബ്യൂട്ടി അതിൻ്റെ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
ഇത് ബോഡി ഷോപ്പിൻ്റെ ക്രീമാണ്. അപ്പം നമുക്കിതെന്താണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. മാത്രമല്ല നിങ്ങൾ NHS വർക്ക് അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പം മാത്രമല്ല ഈ ബോഡി ഷോപ്പിൻ്റെ പ്രൊഡക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അവർ ഹ്യൂമനിലാണ് അവരത് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പം ഹ്യൂമൻ സ്കിന്നിന് അത് ഒത്തിരി നല്ലതാണ്. നമ്മളിപ്പോൾ ഡെയിലി യൂസിന് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഡെയിലി അല്ലാത്ത യൂസാണ്, ഇപ്പം നിങ്ങളൊരു കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ വലിയ ഇവന്റിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റും യൂസ് ചെയ്യാം. ഞാനിപ്പം പോകുന്ന ജസ്റ്റ് പള്ളിയിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ BB ക്രീം യൂസ് ചെയ്യുന്നത്. ഇതും ഇതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ അത് കറക്റ്റായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കിട്ടും. ഇറ്റ്സ് ഈസി ടു യൂസ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്കിന്നിന് അത് കറക്റ്റ് മാച്ചിങ് ആവും. ആ പൗഡർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് ഞാനിപ്പം അതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന പണ്ടത്തെ നാട്ടിലെ എൻ്റെ നൊസ്റ്റാൾജിക് ലാക്മിയുടെ ഇതാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ പ്രൂഫാണ്. വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ ഇയർ 7 ആയപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന സാധനം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു പെൻസിൽ വെച്ച് ഈ കോർണേഴ്സിൽ വരയ്ക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ വേറൊരു സംഭവമാണ് പിന്നെ നമ്മുടെ ലാഷിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ലാഷ് ഒന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന മോസ്റ്റ് സാധനങ്ങളും ഒന്നില്ലെങ്കിൽ ബോഡി ഷോപ്പ് അല്ലെങ്കിൽ നമ്പർ 7 ആണ്. ഈ നമ്പർ 7ൻ്റെയും ബോഡി ഷോപ്പിൻ്റെയും സാധനങ്ങൾക്ക് ഇത്രയാണ് ഞാൻ നോർമലി ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാസ്ലിൻ യൂസ് ചെയ്യാറുണ്ട്. ഇനി ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഈ UK എന്ന് പറഞ്ഞാൽ എപ്പോഴും തണുപ്പായിട്ടിരിക്കുമ്പം അതെപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനത് യൂസ് ചെയ്തതിന് മുമ്പ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ റേഡിയേറ്ററിൽ ഇതൊന്ന് വെക്കും. അപ്പോൾ അത് ഇത്തിരി കൂടെ മോയിസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളത് നന്നായിട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് ഒരു ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്യുക. ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനൊക്കെ മുമ്പ് ഹൈഡ്രേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹൈഡ്രേഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ മോർണിംഗ് റുട്ടീനുള്ള എൻ്റെ ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടല്ലോ. മറ്റൊന്നുമല്ല, ഇത് ഓറഞ്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓറഞ്ച് വേണമെന്നില്ല, ലെമൺ ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഗാർലിക്. ഈ ഗാർലിക് ഒത്തിരി നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പം അത് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ക്രഷ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അത് ക്രഷ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഇടുക. ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ യൂസ് ചെയ്യുക. ചില പ്രത്യേക വിഭാഗം മതവിഭാഗക്കാർക്ക് അവർ ഇത് കഴിക്കത്തില്ല, നമ്മുടെ ഗാർലിക്. അങ്ങനെയുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. പക്ഷെ അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ഗാർലിക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതെടുക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളീസിന് ടെർമറിക് അറിയാത്ത കാര്യമല്ല. ടെർമറിക്കിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ നല്ലാക്കും, ബോഡിയിലുള്ള ടോക്സിസിറ്റിയൊക്കെ കളയും. അപ്പോൾ ഒരു അധികമൊന്നും വേണ്ട, ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു ശിലേശം ഇതും അതിനകത്തിടുക. എന്നിട്ട് ഇപ്പം ഇത് കഴിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇതും കൂടെ അതിനകത്ത് ഇടാം. ഹണി നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുക. ഷുഗർ യൂസ് ചെയ്യരുത്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ചിലർ വാം വാട്ടർ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് കുടിക്കാം. അപ്പം എനിക്ക് ഈ ടിപ്സ് എല്ലാം പറഞ്ഞു തന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തില്ല, കാരണം ആ വ്യക്തി നാട്ടിലാണ്. ആ പറഞ്ഞു തന്ന വ്യക്തിക്ക് മേക്കപ്പ് ആയിട്ടും സ്കിന്നിനെ കുറിച്ചൊക്കെ നല്ല നോളജ് ഉള്ള ആളാണ്. ആ ആളെ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ.